ഹാപ്പി വിഷു. അപ്പൊ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിഷു ആണ്. ഭയങ്കര ഹാപ്പി അല്ലേ? ചെറിയൊരു സാധനം ഗൈസ്, കയ്യുമ്പോ ചെറിയൊരു മുറിയായി. രാവിലെ തന്നെ പടക്കം പിടിച്ചതാണ്, ചക്രം കറക്കിയതാണ്, നേരെ കയ്യുമ്പോഴാണ് വന്ന് ചെറിയൊരു പൊള്ളല്. എന്തായാലും കുഴപ്പമില്ല. ഞങ്ങൾ എന്തായാലും ഇന്ന് വിഷു ഞങ്ങൾ കളറാക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത കാണാം. ഓക്കെ, ബായ് കഴിഞ്ഞു. പിന്നെ ഗൈസ് ഞങ്ങളിപ്പോ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ഗൈസ് ഞങ്ങളിതാ തൊഴുത് ഇറങ്ങി അല്ലേ? എന്തൊരു ചേലാണ്, നെഞ്ചില് നീരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. പോട്ടെ. ഓ എന്ത് കിട്ടിയത്? ഫിഷ് കഴിഞ്ഞ് കിട്ടോ? അതാരാ അതാരാ അതാരാ? വല്യച്ച. ഞങ്ങളിപ്പോ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. എന്താണ് എന്റെ വിഷുക്കോടി? അന്നെന്റെ വിഷുക്കോടി അല്ല, അത് അവിടെ ഉണ്ട്. കിട്ടുന്ന സാധനമാണ്. നമുക്ക് വിഷു ഇല്ല, അതുകൊണ്ട് ഇടാൻ പറ്റില്ല. എന്തായാലും പിന്നെ അജുവിനെന്താ കൂളാണ് ഗൈസ്, കണ്ടമാനം കിട്ടീന് കഴിഞ്ഞിട്ടോ. ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കണം. നമുക്ക് അജുവിന് വിഷു കഴിഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ അജോ, അജോ എന്ത് ചെയ്യാണ്ട് വരണ ഇവിടെ ഇരിക്കാം. കൈ നിറയെ വെണ്ണതരാ, കവിളിലൊരുമ്മതര, കണ്ണൻ കവിളിലൊരും. എന്തിനാ 100 രൂപ? എന്തിനാ എന്തിനാ? എന്ത് സാധനങ്ങളെ? അപ്പൊ രാവിലെ തന്നെ ഞങ്ങള് കണിയൊക്കെ കണ്ടു. അതുപോലെ തന്നെ കുറച്ച് പടക്കൊക്കെ പൊട്ടിച്ച് ഉഷാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും പോയി കണ്ടിട്ട് ചെയ്യാം. അമ്മയുടെ ഞാൻ പൊട്ടിച്ചേട്ടാ സംഭവം മുതലായിട്ടാ. നല്ല മരുന്നാണ്. അല്ലാസിയാള് വായിപ്പിക്കാൻ മതി. വിഷുവിന് നമുക്ക് ആരെ പേടിയില്ലേ? പിടിക്കാം അങ്ങനെ ഇട്ടാലോ?
എങ്ങനുണ്ട്? ഞങ്ങളൊരു ചക്രം എന്തിനാ? അച്ഛന്റെ കൈ കൊണ്ട് ബാക്കി വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇതാ വരാം. ഇനിയിപ്പോ ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് വരാം. ഉപ്പുമാവും ചായയും. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ഇവിടെ സദ്യ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ബിസിയാണ്. വിളിച്ചിട്ട് വരുന്നില്ല. നമുക്കെന്താ പറയാനുള്ളത്? വിഷയമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. വിഷയമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പൊ എന്തായാലും ഞങ്ങൾ വരാം ഗൈസ്. ഓക്കെ. എന്തൊരു ചേലാണ് നെഞ്ചില് നീരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ്. അപ്പൊ ഗൈസ് ഇവിടെ പരിപാടികളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുണ്ടാക്കണേ? ഇതെന്താണ്? രസം. എന്താണ് പറയുക? പുളിഞ്ചി ഗൈസ്. ഇതെന്താണ്? അടുപ്പത്തെന്താ? സാമ്പാർ. ഇവിടെ ഓരോന്നും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴൊന്നും ഇവിടെ തിരിഞ്ഞത്. നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വീടും പരിസരവും കണ്ടിട്ടുണ്ടാവില്ല. ഞാന് വീട് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ ഇനി കാണിക്കാം വ്യക്തമായിട്ട്. എന്തായാലും ഇതാണ് എൻ്റെ കൊച്ചു വീട്. ഇന്ന് വലിയ സെറ്റപ്പ് ഒന്നുമില്ല വീടല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വീടൊന്നും കൂടി സെറ്റാക്കണമെന്നുണ്ട്. ഒന്ന് വച്ച് പിടിക്കട്ടെ, എന്നിട്ട് സെറ്റാക്കണം. ഇവിടെ റോഡൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് റോഡൊക്കെ എത്തിയത്. ഇപ്പോൾ ദാ മുറ്റത്തേക്ക് റോഡ് എത്തിയിട്ടുണ്ട്. വണ്ടിയൊന്നും ഇവിടെ എത്തൂലായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ വരും. അപ്പോൾ എന്തായാലും സെറ്റാണ് ഗൈസ്. നമ്മുടെ സദ്യൻ്റെ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് ഒന്നും എന്തെങ്കിലും ഇറങ്ങിയിട്ടില്ല. ഇനി വേണം ഇറങ്ങാൻ. അപ്പോൾ കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്ന ടൈമിൽ ഇരുന്നു. എന്തായാലും എല്ലാവർക്കും ഹാപ്പി വിഷു ഗൈസ്. എല്ലാവരും വിഷു അടിച്ച് പൊളിക്കുക, എൻജോയ് ചെയ്യുക. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അതിൻ്റെ അടുത്ത്. ഓക്കെ ഗൈസ്, ചിക്കൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കണം. അനുവിൻ്റെ സ്പെഷ്യൽ കൊണ്ടാട്ടം. അപ്പൊ എന്തായാലും ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് സദ്യന്റെ കൂടെ. ഓക്കെ. ഇത് ലഗോണാണ്. അച്ഛാ 2 പടക്കം പഠിക്കാം. വാ. അത് രാത്രി പൊട്ടിക്കാം. അപ്പളെ കാണുള്ളൂ. ഇപ്പൊ പൊട്ടിച്ചാൽ കാണൂല. ഓക്കെ. ഇപ്പൊ നമ്മള് ഓലപ്പടക്കം പൊട്ടിക്കാം. 2 പൊട്ടിക്കല്ലേ? ഞങ്ങൾ ഓലപ്പടക്കം പൊട്ടിക്കാണ്. ഓക്കെ. അജു പൊട്ടിക്കോ? ഇത് പൊട്ടിക്കോ? ഉറപ്പാ? ഉറപ്പല്ലേ? കത്തിച്ചാണ്ടാണ്ട് കയറിയാണോട്ടാ. കയറിയോ? മേത്തൊക്കെ കയറിയോ? എന്റെ മേത്ത് കയറിയിരുന്നിട്ടാ. എന്നാ വിളക്കത്തി എടുത്തോണ്ട് ഗൈസ്. വിളക്കത്തി എന്ന് പറയണോ അവന്റെ ഭാഷയില് ഇതാട്ടോ, ലൈറ്ററാണ്. ലൈറ്ററിനാണ് വിളക്കത്തി എന്ന് പറയാ. അജോ വിളക്കത്തി. അജോ വിളക്കത്തി. വിളക്കത്തിയുടെ വിളക്കത്തി. ഇപ്പൊ ടി വി കണ്ടിരിക്കുക. എന്നാ ഞാൻ പൊട്ടിക്കണ്ട. എന്നാ വൈകുന്നേരം പൊട്ടിക്കാം. ഏത്? അത് രാത്രി പൊട്ടിച്ചാലേ കാണുള്ളൂ. വേറെയുള്ളതോ? പൂത്തിരിയോ? പൂത്തിരി കത്തിക്കാം. അതന്നല്ലേ ഇത് പടക്കം.
കത്തിക്കുക, എന്നിട്ട് എറിയുക. ആ മറ്റേ ഇതോ മെഴുകുതിരി. ആ എറി എറി. പൊട്ട്. ഇവിടെ തന്നെ ഇട്ട് ഇവിടെ തന്നെ പൊട്ട്. ഞങ്ങളിതാ പടക്കം പൊട്ടിക്കാൻ പോകുന്നു. ഇവിടെ ഹലോ ഗൈസ്, നമ്മൾ പടക്കൊണ്ടിരിക്കുകയാണ്. ആള് മക്കാനിട്ടേ ആടിട്ടാലോ ഉള്ളത്. ചിക്കൻ ഗ്രേവി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഏതാ ഒരാള് ഐസ്, നല്ല സ്മെല്ല കേറുന്നുണ്ട്. ഒരാളുണ്ട് ഇവിടെ അല്ലേ? ആരാള്? ആരാള്? ഇതെന്താ പരിപാടി? അപ്പൊ സദ്യ വേണ്ട ഇനി? സദ്യ വേണ്ടേ? സദ്യയും ചിക്കനും വേണ്ടേ? അജോ ചാനോ നാണം വന്നു, നാൻ വന്നു, അമ്മക്ക് നാൻ വന്നു. നിങ്ങൾക്കറിയോ ഗൈസ്, ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കൊഴഞ്ഞു ഗൈസ്. സാധനങ്ങൾ ഓരോന്നും ഉണ്ടാക്കി ഉണ്ടാക്കി അതിന് കൊഴങ്ങിന്ന് പറയാം. പാവാണ്. അപ്പൊ ഗൈസ് ചിക്കനിൽ നല്ല തേങ്ങാപ്പോലെ വെച്ചിട്ടുണ്ട്. അയ്യോ മൊത്തം കറി ഒന്നായിട്ട് കുറുകി വരണം കേട്ടോ, അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ അതവിടെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതൊരു സന്തോഷമില്ല. അപ്പൊ എന്തായാലും സദ്യയാണ് ഗൈസ്. എല്ലാ ഉണ്ട്, ഓരോന്നും എന്നെ പറഞ്ഞില്ല. ഇതിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ എന്തായാലും കഴിക്കല്ല നമുക്ക്. അപ്പൊ ഗൈസ് ഞങ്ങൾ കഴിച്ചിട്ട് വന്നു. ഓക്കെ ഗൈസ്, നമുക്ക് തിന്നു നോക്കാം. കയ്യമ്മ മുറിയണ്ടില്ല ഗൈസ്, പടക്കം പൊട്ടിച്ചത്. പക്ഷെ പ്രശ്നമില്ല, എല്ലാം കൂടി എടുത്തിട്ട് കൈ നിറയെ വെണ്ണതരാ കവിളിലൊരുമ്മ തരാ. കൊള്ളാട്ടാ. ചിക്കൻ അടിപൊളിയാ. തേങ്ങ പോലെ വെച്ചില്ല പോണം. കഴിച്ചിട്ട് വരാം ഗൈസ്. കഴിച്ചിട്ട് വരാ പറയും. നല്ല പരിപാടിയാണ് ഗൈസ്. അടപ്പായസം ഇടയിൽ വെച്ച് തിന്നുന്നു. അതിന്റെ ടേസ്റ്റ് വാർത്തന്നെ അല്ലേ ലജ? ഇവിടെ ഒരാൾക്ക് ചോറ് തിന്നാതെക്കാൻ വേണ്ടിട്ട് കൈ വേന, കാല് വേന, വയറ് വേന ഒക്കെ ഉണ്ട്. മതിയെങ്കിൽ നീച്ചാളോ, കുഴപ്പമില്ല. നീ പായസം കുടിച്ചോ. മധുരത്തിന് കുറവുള്ളൂ. ഇനി നമ്മുടെ നൻപൻ വരുന്നുണ്ട് ശിവജി. അപ്പൊ ഒന്ത വേണ് വരാന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് എടുക്കണം. പിന്നെ ഈവനിങ്ങിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നിന്നോളിട്ടോ, പൊളിക്കണം നമുക്ക്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അവനെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം. ഓക്കെ, അത് അവനായിട്ട് വരാം. പിന്നെ ഈവനിങ്ങിൽ ക്ലാസ്സിലെ പിള്ളേർ ചിലപ്പോൾ വരും. ലജ ആരൊക്കെ? എല്ലാരും ഒന്നും ചിലപ്പോ ഉണ്ടാവൂല, ആരെങ്കിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എല്ലാരും ചിലപ്പോ വിടണം, വിഷുവിനന്ന് വീട്ടിൽ നിന്ന് വിടണം എന്നും ചെയ്യണം. പടക്കം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒക്കെപ്പാട് ഓടി വരാൻ
അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അത് വരെയാണെങ്കിൽ കുറച്ചും കൂടി വാങ്ങാം. എന്തായാലും കളറാക്കണം. എന്തായാലും പായസം. അപ്പോൾ ഗൈസ് ഷിബിലി ഇതാ വന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചോറ് വേണ്ടി കൊടുക്കാം. ഓക്കെ ഗൈസ്, ഷിബിലി ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ വേണ്ട ചെറുത്തോട്ടെ ഷിബിലിയ. അപ്പൊ ഗൈസ് പിള്ളേരൊക്കെ വന്ന് ഇവിടെ ഒരേ പോലെയാണ് ഗൈസ്. ഇതാ കിഷോർ പടക്കം പൊട്ടിക്കുന്നു. എല്ലാവരോടും വരാൻ പറഞ്ഞിട്ട് കുറച്ച് പിള്ളേരെ വന്നിട്ടുള്ളൂ ഗൈസ്. എന്തായാലും ഞങ്ങൾ ഇവിടെ തകർക്കാണ്. ഗോപിക ഇങ്ങോട്ടല്ല ടാങ്. യെസ് മുതലായി. ഓടാ ഗൈസ്, അജു ഒരു കിടിലം പൊട്ടിക്കൽ ഇവിടെ പൊട്ടിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അജു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായ? ഒന്നുകൂടി പൊട്ടിച്ചാലോ നമുക്ക്? മോനെ നല്ല മുറി കേട്ടോ. സൂചിയൊക്കെ ഉണ്ട് വരുമോ? പോവാന്നാല് സൂചിക്കാൻ ഇനി വേണ്ട, ഇനി പൊട്ടിക്കണ്ട. അവിടെ പോയി ഇരിക്കല്ലോ. എന്നാല് നിർത്തല്ലേ? നിർത്ത. മുറിയൊക്കെ ആയില്ലേ? ഇനി ഇങ്ങനെ പൊട്ടിക്ക. ഞാന് പൊട്ടിക്കും. കൈ അടിക്കും, എല്ലാവരും കൈ അടിക്കും. പൊട്ടിക്ക്. ഒന്ന് പൊട്ടിച്ചാ ഒറ്റൊന്ന്. ഒറ്റന്ന് അത് കാണാനുള്ള പൂതി കൊണ്ടാണ്. ഇതുവരെ പടക്കം പൊട്ടി ഞാൻ കണ്ടിട്ടില്ല. അല്ല കാണണം, എനിക്ക് കാണണം. അവസാനത്തെ പൊട്ടിക്കൽ. ബാ ഒരു പൊട്ടിക്കല് ആണ്. ഇതെന്താ ഇത്? ജോലോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ആടക്ക രണ്ടെണ്ണം പൊട്ടിച്ചിട്ടില്ല. ചോദിക്ക്. ഓൻ പൊട്ടിച്ചോ? ഒരു 1.5 പൊട്ടിക്കല് പൊട്ടിച്ചു. പൊട്ടിച്ചൂടെ? നിങ്ങൾ വിഷയാക്കണ്ട. പൊട്ടിച്ചോ? അത് സീനൊന്നും ഇല്ലടേ. ഈ പടക്കം അത്ര സൗണ്ട് ഒന്നുമില്ല. അജു വാ, ഒന്നുകൂടി പൊട്ടിക്കാം നമുക്ക്. വാ, ഇനി തീരെ അത് എടുത്തേക്ക് വരൂലട്ടാ. ഇത് അത്യാവശ്യം വലുപ്പുണ്ട് കേട്ടോ. അവിടെ വെച്ച് പൊട്ടിച്ചോ. ഞാൻ ഇവിടെ തന്നെ നോക്കും. ഞാൻ അങ്ങോട്ട് പോകില്ല കേട്ടോ. ഞാൻ ഇവിടെ തന്നെ നോക്കും. അങ്ങോട്ട് പോകില്ല. അനങ്ങൂല കേട്ടോ. വെച്ച് കൊടുക്കത്. കുട്ടേട്ടാ മറ്റേ സ്ലോ ആണല്ലോ. അപ്പൊ അങ്ങനെ ഓലപ്പടക്കം ഇവിടെ തീർന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ അടുത്തത് അമ്മ ഒന്ന് പൊട്ടിക്കും കേട്ടോ. രാത്രി മേശപ്പൂവൊക്കെ കത്തിച്ചൂടെ? മേശപ്പൂവൊക്കെ എന്തിനാ രാത്രി കത്തിക്കാം? മേശപ്പൂവ് കൈ പിടിച്ചു വേണ്ടോ? മേശപ്പൂ ഇങ്ങനെ കത്തിക്കോ? അമ്മ ഇങ്ങനെ കത്തിക്കുന്നു. ചലഞ്ച്. അപ്പൊ എന്തായാലും ഞങ്ങള് സാധനം വാങ്ങിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞങ്ങളെ ഓലപ്പടക്കം ഏകദേശം തീരുമാനമായി. ഇനിയുള്ളത് ഇതാ ഈ ഐറ്റംസ് ആണ്. ഞങ്ങൾ ഇരുട്ടാൻ വേണ്ടിട്ട് കാത്തിക്കണേ. എന്നിട്ട് വേണം തകർക്കാൻ. ചേട്ടാ ഗോപി പറഞ്ഞ ഇതിന്റെ പേരെന്താ? സ്കൈ ഷോട്ട്. ഇത് സ്കൈ ഷോട്ട്. എന്താ ഉള്ളത്?
ഇന്നെ ഉദ്ദേശിച്ചാണ്, ഇന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം അനക്ക് ഞാൻ തരാം കേട്ടോ. മുട്ടായി ചോദിച്ചു വരും. ഇത് ചെറുതാണല്ലോ. ഇപ്പുറത്തൊന്നുണ്ട് കേട്ടോ, ഇപ്പുറത്തൊന്നുണ്ട്. അത് വലിച്ച് ചുറ്റി ചുറ്റി. ഓ ഞാൻ എത്തിച്ചാ മുതലായത്. ഗോപിക ഗോപിക മണ്ടിക്കോ മണ്ടടി മോനെ. ആ കത്തിച്ചോ, കത്തിക്ക്. ഓ അത് പൊളിച്ചില്ലേ. കേട്ടു കേട്ടു ഗായ്സ്, മുതലായി മുതലായി, പൈസ മുതലായി. ലാസ്റ്റ് വൺ കിഷോർ കിഷോർ ഗായ്സ്, ലാസ്റ്റത്തെ സ്കൈ ഷോട്ട് ആണ്. കിഷോർ പൊട്ടിക്കാൻ പോകുന്നു. എടാ അതേറ്റാണ്. ടോട്ടല് 600-700 രൂപേന്റെ പടക്കം അല്ലേ? പൊളിച്ചില്ലേ, ഉള്ളത് പൊളിച്ചില്ലേ? എന്തെല്ലാരും അഭിപ്രായം? സെറ്റ് അല്ലേ? രസമുണ്ട്, സാധനം രസമുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ ഹൈറ്റില് വരണേ. പിന്നെ കാണുന്നുണ്ടല്ലേ? അപ്പൊ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ വിഷു എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ഒന്ന് പറഞ്ഞ ഒന്ന് ഉറക്കനെ പറയും.